ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ റുബിക്സ് ക്യൂബ് മാസ്റ്റർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചലഞ്ചിൻ്റെ ഫൈനൽ പാർട്ടുമായിട്ടാണ്. ഞാൻ വിചാരിച്ചത് പോലെയുള്ള വ്യൂസ് കഴിഞ്ഞ പാർട്ടിനൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇട്ട ഒരു വീഡിയോ 3x3 ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ വീഡിയോയ്ക്ക് കുറച്ച് ഡൗട്ട്സൊക്കെ കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്താണ് ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ഞാൻ ഓരോരോ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ഞാൻ അത് പറഞ്ഞതൊന്നും ചെയ്യാം. അപ്പോൾ നമുക്ക് സോൾവിങ്ങിലേക്ക് കടക്കാം. സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പാർട്ടിലും എത്ര റൊട്ടേഷൻസ് ക്യൂബിൽ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഗസ് ചെയ്ത് കമൻ്റ് ഇടുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബേസിക്സും അൽഗോരിതംസും ഒന്നും ഇതിൽ പറയണില്ല, കാരണം ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ എല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ആദ്യമായി നമ്മൾ ഈ ക്യൂബ് സോൾവ് ചെയ്യേണ്ടത്, ഞാൻ സാധാരണയായിട്ട് വൈറ്റാണ് ചെയ്യണത്. അപ്പോൾ വൈറ്റിൽ നമുക്കൊരു പ്ലസ് ഉണ്ടാക്കണം, അതായത് ഇപ്പോഴത്തെ ക്രോക്സ്. അപ്പോൾ ഈ ക്രോക്സിന് വേണ്ടി നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള യെല്ലോ വേണം. യെല്ലോയിൽ ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ്. ഇവിടെ ഓൾറെഡി ഒരു വൈറ്റ് ഉണ്ട്. അപ്പോൾ ബാക്കി പീസസ് ഒന്ന് നോക്കണം. ഇതാ ഇതുപോലെ. എന്നിട്ട് അതാത് കളറിൽ കൊണ്ടുവച്ചതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യണം. അതിനുശേഷം ഈ നാല് കോർണറിന് ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട്, താഴെ രണ്ട് വൈറ്റ് പീസ് ഉണ്ട്. ഈ വൈറ്റ് പീസിനെ ഇവിടെയാണ് കൊണ്ടുവരേണ്ടത്. കാരണം എന്ന് പറയുമ്പോൾ ഈ വൈറ്റ് പീസിൻ്റെ സൈഡിൽ കിടക്കുന്ന റെഡാണ്, ഈ റെഡ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങോട്ടാക്കിയതിന് ശേഷം ഇതുപോലെ ആക്കണം. ഇത് സാധാരണ കോമൺ സെൻസ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഫസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ രണ്ടാമത് ഇവിടെ ഗ്രീനാണ്, അപ്പോൾ ഗ്രീൻ ഇവിടെയാണ് ഉള്ളത്. അടുത്തത് ഇവിടെ ഉണ്ട്, ഇത് നേരെ താഴെ കൊണ്ടുവരണം. ഇവിടെ ഉള്ളത് ഓറഞ്ചാണ്. ഇവിടെ ലാസ്റ്റ് ഉള്ളത് ഇവിടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ലെയർ ചെയ്യാനുള്ളത്, നമുക്ക് ഇവിടെ യെല്ലോ ഇല്ലാത്ത കളേഴ്സിനെ നമുക്കിതിന് നേരെ കൊണ്ടുവരണം. ഇവിടെ ഉള്ളത് ഓറഞ്ചാണ്, അപ്പോൾ ഓറഞ്ചിൽ കൊണ്ടുവയ്ക്കണം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്, അതായത് ടോപ്പ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ അതിനുള്ള അൽഗോരിതം എല്ലാം പഴയ വീഡിയോയ്ക്കകത്തുണ്ട്, അത് നോക്കിയാൽ മതിയാകും. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത യെല്ലോ ഇല്ലാത്ത കളറുണ്ടോ നോക്കണം. ഇവിടെ ഉണ്ട്, റെഡാണ്. ഇനി ഇത് റെഡ് ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്. അപ്പം ടോപ്പ് ടു റൈറ്റ് ആണ്. അടുത്ത കളറ് ബ്ലൂ ആണ്, ബ്ലൂവിനെ നേരെ കൊണ്ടുവയ്ക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുക, അപ്പോൾ ടോപ്പ് ടു റൈറ്റ് ആണ്. അടുത്ത കളറ് പിന്നെയും ബ്ലൂ ആണ്, ഇത് നേരെ കൊണ്ടുവയ്ക്കേണ്ടത് ഇവിടെ ടോപ്പ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ അതുമായിട്ടുണ്ട്. സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആണ്. ഇനി അടുത്ത തേർഡ് ലെയറാണ്, ഫൈനൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു യെല്ലോ ക്രോസ് ഉണ്ടാക്കണം. യെല്ലോ ക്രോസിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതം. ഇല്ല, ഒന്നും കൂടെ ആക്കണം. പിന്നെ
ഇപ്പോൾ ഒരു യെല്ലോ ക്രോസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫിഷിൻ്റെ ഹെഡ് നമ്മുടെ ഫേസ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത അൽഗോരിതം. ഇപ്പോൾ ഫിഷിൻ്റെ ഹെഡ് ഇവിടെ ഹെഡ് ഇപ്പുറത്തോട്ടാണ്. അപ്പം ഇപ്പുറത്തോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഫേസ് ചെയ്തിട്ട് ചെയ്യണം അടുത്തത്. യെല്ലോ ഫുള്ളായിട്ടുണ്ട്, 2 ലെയറുമായിട്ടുണ്ട്, വൈറ്റും ആയിട്ടുണ്ട്. ഇനിയുള്ളത് ഈ സൈഡ് മാത്രം, ഇത്രയും സൈഡാണ്. അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ സോൾവായ സൈഡ് അല്ലെങ്കിൽ ഇതേപോലെ യു ആയിട്ടിരിക്കുന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്തിട്ട് വേണം അടുത്ത അൽഗോരിതം ചെയ്യാൻ. അപ്പോൾ എല്ലാ സൈഡും ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ 4 സെൻറ്റർ പീസസ് മാത്രമേ ഉള്ളൂ. അതിനുള്ള അവസാനത്തെ അൽഗോരിതം. ഇനി ഏറ്റവും കൂടുതൽ സോൾവായ സൈഡിന് നേരെ ഓപ്പോസിറ്റ് എടുത്തിട്ട് ആ സെയിം അൽഗോരിതം നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ 3x3 ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.